തഫ്സീർ ഇബ്നു ജരീറിലും അതേപോലെ തഫ്സീർ ഇബ്നു കസീറിലും അതേപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ തഫ്സീറിലും അതേപോലെ ഇബ്നുൽ ജൗസി തഫ്സീർ ബഗവി ഇതിലൊക്കെ ഒരു ചരിത്ര സംഭവം കൊടുത്തിട്ടുണ്ട്. പൂർവികരിൽ നടന്ന ഒരു ചരിത്ര സംഭവം. അതെന്താ? ശൈത്താന്റെ പണി. അവന്റെ വല വിരിക്കലിൽ മനുഷ്യന്മാർ പെടുന്നതിന്റെ ഒരു ചിത്രമാണ്. ഒരു പുരോഹിതനുണ്ടായിരുന്നു, മഠത്തിലെ ധ്യാനി. സൂക്ഷ്മ ജീവിതത്തിൽ കേളി കേട്ട അയാൾ പരീക്ഷിക്കപ്പെടാം. രണ്ട് സഹോദരങ്ങൾ അവർ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. അവരിൽ പെങ്ങളുണ്ട്. ആ പെങ്ങളെ കൊണ്ടുപോയി പാർപ്പിക്കാൻ ബന്ധുക്കൾ ആരുമില്ല. ഈ രണ്ട് സഹോദരൻ പെങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, മഠത്തിലെ ധ്യാനിയാണ്, സംശുദ്ധനാണ്, നമുക്ക് അയാളെ ഏൽപ്പിക്കാം. അങ്ങനെ പെങ്ങളെ ഏൽപ്പിച്ച പുരോഹിതൻ പറഞ്ഞു, പറ്റൂല, എന്റെ ധ്യാന ജീവിതത്തിന് അതൊരു വിഘ്നവും പ്രശ്നവും, എനിക്ക് വേണ്ടത്ര സൂക്ഷ്മത അല്ല നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും. അപ്പൊ പറഞ്ഞ അടുത്തൊരു റൂമാക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഭക്ഷണ കാര്യങ്ങളൊക്കെ എത്തിച്ച്. അങ്ങനെ ഇയാളെ ധ്യാനിയെ ഏൽപ്പിച്ച് ഇവർ പോയി. പെണ്ണ് മറ്റൊരു അറയിലാണ്. ഭക്ഷണ സമയം വരുമ്പോൾ വാതിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ധർമ്മേ അയാൾക്കുള്ളൂ. പക്ഷേ ഇബ്ലീസ് പണി തുടങ്ങി. ഭക്ഷണം എന്താ വാതിലേക്ക് വെച്ച് പോണത്? അതാണ് വാതിലിന്റെ അകത്ത് വെച്ചാൽ എന്താ? അപ്പൊ വാതിലിന്റെ അകത്ത് വെച്ച് ഒറ്റ ഞാൻ എന്തിനാ വിടുന്നത്? എന്താ കുറച്ചും അതിന്റെ കൂടെ ഇരുന്നിട്ട് ഇത് കഴിക്കണ്ടെന്ന് ഉറപ്പുവരുത്തിയ പിന്നെ ഇങ്ങനെയാണ് ശൈത്താൻ പടിപടിയെ. ഇതേപോലെയാണ് ഈ പുരോഹിതനെ കൊണ്ടെത്തിക്കുന്നത്. അവസാനം ഈ പുരോഹിതനും ഈ പെണ്ണും ബന്ധത്തിലായി. അവൾ ഗർഭിണിയായി, പ്രസവിച്ച്. ശൈത്താൻ പ്രേരണ നൽകിയാണ്, എന്താ കുട്ടി കൊല്ലാൻ. അല്ല, ആളാര് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പെങ്ങൾക്ക് എങ്ങനെ ഒരു കുട്ടി പറയില്ല, എന്നെ കൊല്ലാൻ. അങ്ങനെ കുട്ടീനെ കൊന്ന്. അപ്പൊ പുരോഹിതനോട് പിശാചിന്റെ ദുർമന്ത്രണം കുട്ടിനെ വാക്ക് ഈ പെങ്ങൾ പറഞ്ഞിരിക്കുവോ അവളുടെ ആങ്ങളാരോട് വന്നാല്? അപ്പൊ പെണ്ണിനെ നശിപ്പിച്ചു, കുട്ടിനെ കൊന്നു. എന്ത് ചെയ്യും? ആ പെണ്ണിനെയാണ് കൊന്നത്. അങ്ങനെ പെണ്ണിനെ കൊന്ന് കുഴിച്ചു മൂടി. ശൈത്താൻ പിന്നീട് സഹോദരങ്ങൾ ദുർമന്ത്രണം സൃഷ്ടിച്ചു. എന്താ? നിങ്ങളെ പെങ്ങളെ കൊന്നിട്ടുണ്ട്, പെങ്ങളെ ഗർഭിണിയാക്കിയിട്ട് കുട്ടിനെയും കൊന്നിട്ടുണ്ട്, രണ്ടിനും ഒന്നിച്ചാണ് കുഴിച്ചു മൂടിയിട്ട് ഇന്നോടത്ത്. അവർ വന്ന് നോക്കുമ്പോൾ അതാണ്. അവർ പുരോഹിതനെ പിടിച്ച് ശിക്ഷിച്ച് ക്രൂശിച്ച് നിർത്തും. എന്നിട്ട് പറയണേ, ഞാൻ ഇബ്ലീസാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ കെണിയിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് എനിക്ക് സാധിക്കും. എന്ത് വേണം? എനിക്ക് പ്രണമിക്കണം, എനിക്ക് സുജൂദ് ചെയ്യണം. അപ്പോ പുരോഹിതൻ പറയാണ്, നിനക്ക് സുജൂദ് ചെയ്താൽ ഞാൻ രക്ഷപ്പെടുവോ? ആ, രക്ഷപ്പെടും. എങ്കിൽ സുജൂദിന് പ്രണാമം ശൈത്താന് സമർപ്പിച്ച് ഷിർക്കും ചെയ്യിച്ചു. എന്നാൽ നിന്നെ രക്ഷപ്പെട്ട് ഞാൻ സുജൂദ് ചെയ്ത് നിന്നെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുമെന്നല്ല പറഞ്ഞത്. അപ്പൊ ശൈത്താൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്, ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് ഇബ്ലീസ് എന്നാണ്. കണ്ടോ എത്ര കൊല നടത്തി, എത്ര നിഷിദ്ധങ്ങൾ പ്രവർത്തിപ്പിച്ചു. അവസാനം ഷിർക്കും അതും വരട്ടെ ഇബ്ലീസ് പടിയിറങ്ങിയത്. ഇങ്ങനെയാണ് ഇബ്ലീസ്. ഈ വിധം ശത്രുവായിട്ട് ഇബ്ലീസ് മനുഷ്യരുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാരെ സൂക്ഷിക്കണം പറഞ്ഞത്.